കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തത കുറവ് വേണ്ട, ഞാൻ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം പറഞ്ഞു, എല്ലാം ഇതിൽ ഞാൻ വരികൾ നിങ്ങൾക്ക് എങ്ങനെ വേണം വായിക്കാം. വെരി ക്ലിയർ. ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തം വർത്തിച്ച് പറയാണ്. ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. തുല്യ നിന്ദാ സ്തുതിർ മൗനി എന്ന് കേട്ടില്ലേ? കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അത് തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും 3 മണ്ഡലത്തിലെയും, അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം 3 പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 4000 വോട്ട് കുറഞ്ഞത്, 2000 വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്, 2000 വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല.